ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്നും ഒരു അടിപൊളി ബോട്ടിലാട്ടുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സീനറി ബോട്ടിലാട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഓൾറെഡി വൈറ്റ് സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് 4 സൈഡും ഒരേപോലെ വരുന്ന ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ 4 സീനറി പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2 പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണേ. അപ്പോൾ ഇന്നൊരു വാട്ടർഫാൾ ആണ് കേട്ടോ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെള്ളം വന്ന് വീഴുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡിലായിട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്തും ബ്ലാക്ക് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലാക്കിൽ കുറച്ച് ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഡാർക്ക് ബ്ലൂ ആണ്, അൾട്രാ മറൈൻ ബ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആ ബ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റും അൾട്രാമറൈൻ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി 2 സൈഡിലായിട്ട് ചെറിയ പാറക്കെട്ടുകളാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നതാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ തിന്നായിട്ട് വേണം വരച്ചു കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ലൈനർ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫാൻ ബ്രഷ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ബ്രഷാണോ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. ഒരുപാട് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ആകെ വൈറ്റ് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടൂല കേട്ടോ. ഇനി ആ പാറകളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പാറകളൊക്കെ മുകളിലായിട്ട് കുറച്ച് പുല്ലുകൾ ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ബോട്ടിലാട്ടും ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പെയിൻറ്റിങ്സ് ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാൻവാസിൽ, കാർഡ്ബോർഡിൽ, ബോട്ടിൽ, കല്ലിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഇതുപോലെ താഴെ വീഴുന്ന ആ വെള്ളം വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള ചെറിയ പാറക്കല്ലുകൾ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട്.
ഇനി മുകൾ ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിലായിട്ട് ചെറിയ രണ്ട് മരക്കൊമ്പുകളിൽ കുറച്ച് ലീവ്സും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് കളർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ലീവ്സുകൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ പാറക്കല്ലിലും താഴെ വെള്ളത്തിലൊക്കെ ഓറഞ്ച് കളർ വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് പോലെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വീണ ഇലകൾ പോലെ അങ്ങനെ തോന്നുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ബോട്ടിൽ ചെയ്യുക, ക്യാൻവാസിൽ ചെയ്യുക, അല്ലെങ്കിൽ പേപ്പറിലൊക്കെ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്ലാക്ക് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിൽ തന്നെ നമ്മൾ ഓൾറെഡി 2 സീനറി പെയിൻറ്റിങ്സ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, 2 എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 4 ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ട് നോക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് 2 ട്രൈ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാൻവാസ് പെയിൻറ്റിങ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് അമൃത CA. പിന്നെ ഫ്ലവർ ബൊക്കെ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് ബിസ്മി 7th സ്റ്റാൻഡേർഡ്. അപ്പോൾ 2 പേർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വേണം ട്രൈ ചെയ്ത് അയച്ചു തരാൻ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്